വളരെ അത്യാവശ്യമായി എൻ്റെ ഇന്നത്തെ ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടുവാൻ ആരെങ്കിലും മുൻപോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നിലവിൽ കരുതുമെന്ന് ചിന്തിച്ചവരും സഹായിക്കുമെന്ന് ചിന്തിച്ചവരും കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവരും കൂടെ കണ്ണടച്ച് കളയോ മാറിപ്പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്: ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ മാറിപ്പോയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെടും എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടും, തൻ്റെ ദൂതന്മാരെ കൊണ്ട് ഇടപെടും, ദൈവം ഇടപെടുത്തേണ്ട വ്യക്തികളെ കൊണ്ട് ഇടപെടുത്തും. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരും ഇടപെടാൻ കഴിയാതിരിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒരു പ്രോമിസായിട്ട്, ഒരു വാഗ്ദാനമായിട്ട് ഇന്ന് നിങ്ങൾ സ്വീകരിച്ചോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. വായിച്ച ഈ വചനം കേട്ടോണം: നിന്നെ ഇനി അസൂബ അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ട തെക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ഷമാമ അല്ലെങ്കിൽ ശൂന്യമെന്ന് പറയുകയുമില്ല. നിനക്ക് ഹെപ്സിബ ഇഷ്ട അല്ലെങ്കിൽ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. ആമേൻ. ഇതൊരു ഇസ്രായേൽ ജനത്തോടുള്ള പ്രോമിസാ. ത്യജിക്കപ്പെട്ടു പോയ, അടിമകളാക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോയ തൻ്റെ ജനത്തെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ദേശത്ത് ദൈവം ചെയ്യാൻ പോകുന്ന വലിയ മംഗളകരമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സംഭവങ്ങൾ, അത് ആ നാടിനും ജനത്തിനും കുടുംബങ്ങൾക്കും ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ 62-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആലോചന അത്. നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ത്യജിക്കപ്പെട്ടവൾ, ആർക്കും വേണ്ടാത്തവൻ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ അവിടുന്ന് ഇഷ്ട അല്ലെങ്കിൽ നിന്നെ ഇനി എല്ലാവർക്കും വേണം, ഹെപ്സിബ, എല്ലാവർക്കും നിന്നെ ആവശ്യമുണ്ട്, നീ വിലയേറിയവനും മാന്യനുമായി ദൈവം അങ്ങനെ ദൈവം മാറ്റാൻ പോവുകയാണ്. പിന്നെയോ ശൂന്യമെന്ന് പറഞ്ഞെടുത്ത്, ഷമാമ ശൂന്യമെന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയാണ് ഇപ്പോൾ നിന്നെ ബയൂല വിവാഹസ്ഥ. ഹല്ലേലൂയ. ആമേൻ. ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഒന്നിനും പ്രയോജനമില്ല എന്ന് പറയുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആകുലപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. അവിടെ ദൈവം തലമുറകളെ എവിടെയൊക്കെയാണ് ഉറപ്പിക്കേണ്ടത് ആ മേഖലയിൽ ദൈവം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇടപെടുമെന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഇടപെടും. വേറെ ആരും ഇടപെടാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ജനത്തെ നേരിട്ട് ദൈവം ഇടപെടാൻ, തൻ്റെ വിഷയങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദ ബാലന്മാര് 3 പേരെയാണ് നെബൂഖദ്നേസർ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുകയാണ് അല്ലെങ്കിൽ എറിഞ്ഞിടുകയാണ്. ആ സമയത്ത് അതിനു മുമ്പായിട്ട് യഹൂദ ബാലന്മാര് ഈ രാജാവിനോട് പറയാ: രാജാവേ, നിന്നോട് ഈ വിഷയത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ജീവനുള്ള ഒരു ദൈവമുണ്ടോ, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദേവനുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? പക്ഷെ ഇതിന് ഉത്തരം ഞങ്ങൾ പറയുന്നില്ല, ദൈവം പറയും. ദൈവം പറയുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നില്ല, ഞങ്ങൾക്കിത് ഉത്തരം പറയാൻ ആവശ്യമില്ല. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായം, ദാനിയേലിന്റെ പ്രവചനം 3-ാമത്തെ അധ്യായത്തിലുണ്ട് 16-ാമത്തെ വാക്യം: ഞങ്ങൾക്ക് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല, ഉത്തരം പറയേണ്ടവൻ പറഞ്ഞോളൂ. ആമേൻ. അതെ, എല്ലായിടത്തും നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ശരിയാകുകയില്ല. ചില മേഖലകളിൽ ദൈവം ഉത്തരം പറയേണ്ട വിഷയമുണ്ട്. അവിടെ ദൈവത്തെ പരിഹസിക്കോ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യമായിരിക്കും. ഉത്തരം ദൈവം പറഞ്ഞോളൂ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും കേട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. 62-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ സിയോനെ കുറിച്ച് ദൈവം പറയുന്നൊരു പ്രോമിസ് ഇതായിരുന്നു: സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ദൈവം പറയാണ്, മിണ്ടാതിരിക്കയില്ല. ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നതിന് അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കരുതെന്ന് 54-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഗൂഢാലോചനകളുണ്ട്, നിന്നെ തകർത്ത് കളയുവാൻ ഉണ്ടാക്കുന്ന പദ്ധതികളുണ്ട്.
വഴിയിലുണ്ടാക്കുന്ന പതിയിരിപ്പുകളുണ്ട്, അനർത്ഥങ്ങളുണ്ട്. പക്ഷേ കർത്താവ് പറയാണ്, നിനക്ക് വിരോധമായി ഏതെല്ലാം ആയുധം ഉണ്ടാക്കിയോ ആ ആയുധം ഒന്നും ഫലിക്കുകയില്ല. കാരണം എന്നാ, ദൈവത്തിന്റെ ദൂതന്മാരെ വിട്ടാണ് തന്റെ ജനത്തെ വിടുവിക്കുന്നത്. പൗലോസിനെ കൊന്നു കളയുവോളം ഇനി ഒരല്പം പോലും ആഹാരം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ലെന്ന് പറഞ്ഞ 40 പേര് ചീന്തിക്കളയാൻ, കീറിക്കളയാൻ പ്ലാൻ ചെയ്താണ് കൈസരിയിൽ നിന്ന് യെരുശലേമിൽ നിന്ന് കൈസരിയിലേക്ക് പോകുന്ന വഴി പൗലോസിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തെന്ന് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി വായിക്കുന്നുണ്ട്. അവനെ കൊന്നിട്ടേ കഴിക്കുള്ളൂ. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അതിന് നടുവിൽ ആ കൊല്ലുമെന്ന് പറഞ്ഞ് നിരാഹാരം ഇരുന്നവരുടെ നടുവിലൂടെ ദൈവം അവനെ കൊണ്ടുപോയി. ഹല്ലേലൂയ! അവനെ എത്തിക്കേണ്ട സ്ഥാനത്ത് വരെ ദൈവം അവനെ കൊണ്ടെത്തിച്ചു. ആമേൻ. അതേ പറയുമ്പോൾ നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. അവൻ തക്ക സമയത്ത് നമ്മളെ എത്തിക്കേണ്ടത് എത്തിക്കും. ആമേൻ. വഴിയിൽ ആരൊക്കെ പതിയിരിപ്പും ഗൂഢാലോചനയും തന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളെ തൊടാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ! നിങ്ങളെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നിങ്ങൾ മയങ്ങിയാലും മയങ്ങാത്ത ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ! ദൈവം അത്ര ശക്തനായ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ! ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? രക്ഷിക്കും. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ! ഇതാണ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഇടപെടാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഹല്ലേലൂയ! അതെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ദൈവം യെശയ്യാവ് 52:12, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ പ്രോമിസുകളാണ്. ഇത് നിങ്ങൾ സ്വീകരിച്ചു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഹല്ലേലൂയ! ആ ഒരു ദൂതാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത്. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. ഈ സങ്കീർത്തനത്തില് നമ്മൾ കാണുന്നൊരു ഭാഗം, എളിയവരുടെ പീഡയും 12-ാം സങ്കീർത്തനം, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം. എളിയവരും ദരിദ്രന്മാരെയൊക്കെ പീഡിപ്പിക്കാൻ ആർക്കും മടിയില്ല. കാരണം അവർ തിരിച്ചടിക്കത്തില്ല. തിരിച്ചു ചോദിക്കാൻ ആളില്ലാത്ത, അതിന് പ്രാപ്തിയില്ലാത്ത, അതിന് പ്രാപ്തി ഉണ്ടെങ്കിലും അനുവദിക്കാത്ത ഇടങ്ങളിൽ എത്രയോ അതിക്രമം നമ്മുടെ ഭാരതത്തിലൊക്കെ നടക്കുന്നല്ലേ. എത്രയോ വലിയ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധുക്കളെ വകവരുത്തുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും തകർക്കുവാനുള്ള പദ്ധതികൾ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം. ആ പീഡയും ഒരു ദീർഘശ്വാസവും കർത്താവിന്റെ അടുക്കലെത്തും. കർത്താവ് പറയാണ്, ഞാൻ ഇപ്പോൾ എഴുന്നേക്കും, ദൈവം എഴുന്നേക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അത് നിങ്ങളെ ദൈവം വിടുവിക്കും. നാളുകളായി ശത്രുവിന്റെ പീഡ അനുഭവിച്ച് എനിക്ക് വേണ്ടി ഇറങ്ങി വരാനും വിടുവിക്കാനും സഹായിക്കാനും ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരെ പരിശുദ്ധാത്മാ പറയാം, ദൈവം ഇറങ്ങി വരും, ദൈവം ഇടപെടും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്ഷിക്കുവാൻ ശക്തനായ ദൈവമുണ്ട്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തന്, അവിടുന്ന് ഇറങ്ങി വരും, അവിടുന്ന് ഇടപെടും. ഞങ്ങളുടെ വിഷയത്തിൽ ആരും ഇടപെടാനില്ലല്ലോ എന്ന് വിചാരിച്ച് ആകുലപ്പെടുന്നവരുണ്ട്. ഈ മക്കളുടെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്യണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവ് വേഗത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കുറെ പേർക്ക് സന്ദേശം ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.